നമസ്കാരം. ദിനദരികടവും ആരംഭിക്കുകയാണ്. കൈക്കാശില്ലാതെ നാട്ടുകാർ കറങ്ങാൻ തുടങ്ങിയിട്ട് 10-40 ദിവസമായി. ഇപ്പോൾ ശരിയാക്കാം, ഉടനെയാക്കും എന്നൊക്കെ മോദി ഫാൻസ് പറയാൻ തുടങ്ങിയിട്ട് അവർ തന്നെ മടുത്തു. കട്ട രാജ്യസ്നേഹി ആയതുകൊണ്ട് നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇതിനിടയിൽ തമാശയൊക്കെ ആസ്വദിക്കാനും ഒരു ദേശീയ ബോധം വേണം മക്കളെ. അപ്പോൾ ഇനി മുതൽ ദേശീയ സംസ്ഥാന പാതകളുടെ അരികിൽ മദ്യശാലകളൊന്നും പാടില്ലെന്നാണ് കോടതി പറയുന്നത്. 2 അടിച്ചു കഴിഞ്ഞാൽ ഏത് പഞ്ചായത്ത് റോഡും ദേശീയപാതയായി തോന്നുന്ന മലയാളിക്ക് റോഡിനേക്കാൾ താല്പര്യം ബാറിനോടാണെന്ന് കോടതിയൊക്കെ എന്ന് മനസ്സിലാക്കുമോ എന്തോ. അപ്പോൾ തുടങ്ങാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ദിനദരികടയിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസ്സുകാർ വീണ്ടും പഴയ ഏർപ്പാടൊക്കെ തുടങ്ങി. ഗ്രൂപ്പ് സമവാക്യമനുസരിച്ച് DCC പ്രസിഡന്റ് സ്ഥാനം നൽകിയതിൽ വേണ്ട പ്രാധാന്യം ലഭിച്ചില്ലെന്നാണ് പരാതി. എന്നാൽ സ്ഥാനം കിട്ടിയവരൊക്കെ സ്വീകരണവും ഏറ്റുവാങ്ങി മുന്നേറുകയാണ്. ഇതിനിടയിൽ നോട്ടും റേഷനുമില്ലാതെ നാട്ടുകാർ നട്ടം തിരിയുന്ന കാര്യം അഭിനവ ഗാന്ധിമാർ മറന്നു പോകരുതെന്ന് മാത്രമേ അപേക്ഷയുള്ളൂ. ജനറേഷൻ തോറും മാറും പുതുലോകം. ഇത് പുത്തൻ കാലം, പുതുപുത്തൻ ലോകം. ജനറേഷൻ തോറും മാറും പുതുലോകം. ഈ ലോകത്തിൽ തീരക്കേറിയോടുമ്പോഴും തിരിഞ്ഞൊന്നു നോക്കുമ്പോഴും ചിരിക്കാൻ മറക്കല്ലേ നീ. ഈ ലോകത്തിൽ മറക്കാൻ പഠിക്കുമ്പോഴും സഹിക്കാൻ പഠിക്കുമ്പോഴും ചിരിക്കാൻ മറക്കല്ലേ നീ. ഈ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങുന്നവർ സ്വാഗത പ്രാസംഗികരെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. തലസ്ഥാനത്തെ കോൺഗ്രസ് അധ്യക്ഷൻ നെയ്യാറ്റിങ്കര സനലിനെ മഹിളാ കോൺഗ്രസ് പ്രവർത്തക മുമ്പ് ഒന്ന് സ്വാഗതം ചെയ്തതിൻ്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇത്തരം സ്വീകരണങ്ങളും സ്വാഗതവുമാണ് നേതാക്കളെ കാത്തിരിക്കുന്നത്. ജില്ലയുടെ പ്രസിഡന്റായതിനു ശേഷം മഹിളാ കോൺഗ്രസിന്റെ പരിപാടികൾ വളരെയധികം മനോഹരമായി നടത്തി വരികയാണ്. മഹിളാ കോൺഗ്രസിന്റെ പേരിലും നിങ്ങളുടെ ഓരോ വ്യക്തികളുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് ഉദ്ഘാടനം ചെയ്യുവാൻ ഏറ്റിരുന്നു നമ്മുടെ KPCCയുടെ ആരാധ്യനായ പ്രസിഡന്റാണ്. മകളകൾ എന്ന് പറയുമ്പോൾ തന്നെ വളരെ ബഹുമാനവും സ്നേഹവും നമ്മളോടൊപ്പം കാണിക്കുകയും നമ്മൾ ഇടുന്ന പരിപാടികളിൽ വളരെ ഉത്സാഹത്തോടുകൂടി സ്നേഹത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ഓടി എത്തുന്ന അധ്യക്ഷനാണ്. അധ്യക്ഷനെ ഞാൻ കൂടുതൽ ഒന്നും തന്നെ പുകഴ്ത്തി പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മുഖപരിചയവും ഉള്ള വ്യക്തിയാണ്. മഹിളാ കോൺഗ്രസിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി DCC പ്രസിഡന്റാണ്. നേരത്തെ മുൻ DCC പ്രസിഡന്റ് ആയിരുന്നു. എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്. കാരണം പറയാതിരിക്കാൻ തരമില്ല, എനിക്കുൾപ്പെടെ. ഞാൻ ആരെയും പേടിക്കാറില്ല. പക്ഷേ DCC പ്രസിഡന്റ് മോഹൻകുമാർ സാറാണെന്ന് പറഞ്ഞപ്പോഴേ ഒരു ചെറിയ ഭയം ഉണ്ടായിരുന്നു. ഈ സ്വിച്ചിട്ടാൽ കത്തുന്ന രീതിയിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം മുന്നോട്ട് കാഴ്ചവെക്കുവാൻ കമ്മിറ്റികൾ രൂപീകരിക്കുകയും സ്ത്രീകൾക്കും ഒരു ഉണർവ് ഉണ്ടാക്കി തന്ന എൻ്റെ ബഹുമാനമുള്ള DCCയുടെ പ്രസിഡന്റിന് മഹിളാ കോൺഗ്രസിന്റെ ജില്ലയുടെ പേരിലും നിങ്ങളെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് KPCC പ്രസിഡന്റാണ്. KPCCയുടെ വൈസ് പ്രസിഡന്റാണ്. നോട്ടീസിൽ പേരില്ല. എന്നിരുന്നാലും വനിതാ ദിനം ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നമ്മളെ സ്നേഹിക്കാനും നമ്മളോടൊപ്പം ഈ സ്റ്റേജിൽ കടന്നു വരുവാനും വലിയ മനസ്സ് കാണിച്ച അവർക്ക് എൻ്റെ പേരിലും ജില്ലാ മഹിളാ കോൺഗ്രസിന്റെ പേരിലും നിങ്ങളെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത്
AICC തങ്കമണി ദിവാകരനാണ്. അവരുടെ പേരും നോട്ടീസിൽ കാണുന്നില്ല. നമ്മൾ ഇടുന്ന പരിപാടികളിലൊക്കെ അല്ല, അതുകൊണ്ട് തങ്കമണി ദിവാകരനും മഹിളാ കോൺഗ്രസിന്റെയും ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലും നിങ്ങളെ ഓരോരുത്തരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് എൻ്റെ തൊട്ട് ബാക്കിൽ നെയ്യാറ്റിൻകര സനൽ, ഞാൻ സനൽ എന്നാണ് വിളിക്കുന്നത്, ബഹുമാനമുള്ള നെയ്യാറ്റിൻകര സനൽ എൻ്റെ ബാക്കിൽ ഇരിപ്പുണ്ട്. KPCCയുടെ സെക്രട്ടറിയാണ്. വളരെയധികം ഞാൻ നെയ്യാറ്റിൻകര ബ്ലോക്കിൽ ഉള്ള ഒരു വ്യക്തിയായതുകൊണ്ട് വളരെ സന്തോഷിക്കുകയാണ്. പെണ്ണുങ്ങൾ വിളിച്ചില്ലെങ്കിൽ പോലും കൂടെ സഹകരിക്കുന്ന ഒരു സ്വന്തം സഹോദരനെ പോലെ നമ്മളെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഫോണിൽ തട്ടിക്കൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് മുൻനിരയിൽ നമുക്ക് മുൻതൂക്കം തരുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരന് മഹിളാ കോൺഗ്രസിന്റെ പേരിലും ജില്ലാ കമ്മിറ്റിയുടെ പേരിലും നിങ്ങളെ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം. അതുപോലെ തന്നെ ചന്ദ്രൻ സാർ എന്ന് പറയുന്നത് ഈ സനലിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. നമ്മൾ ഈ വേദിയിൽ ഈ ഹാളിൽ നമ്മൾ എന്ത് പരിപാടി ഇട്ടാലും നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ വന്നെത്തി നമുക്ക് ഈ ഹാളിന്റെ സൗകര്യങ്ങൾ ഒരുക്കി തരികയും നമ്മളോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും സഹായിക്കുന്ന ആ വലിയ മനസ്സിനും എൻ്റെ പേരിലും മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. പ്രതിപക്ഷ നേതാവും ഈ വേദിയിലുണ്ട്. കാരണം ഞാൻ പൊക്കം കുറവായതുകൊണ്ട് സാറിനെ കണ്ടില്ല. സാറിനും മഹിളാ കോൺഗ്രസിന്റെ പേരിലും എന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. തമ്പാനൂർ സതീഷ്, അതുപോലെ തന്നെ കൗൺസിലർ ഹരി, എന്റെ സഹപ്രവർത്തകയുടെ ഹസ്ബൻഡും കൂടെയാണ്. അദ്ദേഹത്തിനും എന്റെ പേരിലും മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. പന്തുകളി എന്ന് വെച്ചാൽ മലയാളിക്ക് പണ്ടേ ഭ്രാന്താണ്. ISL ഫുട്ബോൾ രണ്ടാം പാദ സെമി മത്സരത്തിൽ ഡൽഹിയെ കേരളം തോൽപ്പിച്ചത് കണ്ട് കണ്ണ് നിറഞ്ഞുപോയി. ലോക്സഭയിൽ കയറിയ രാഹുൽ ഗാന്ധിയെ പോലെ ഡൽഹി താരങ്ങൾ പെനാൽറ്റി അടിച്ചത്. ഇന്ത്യൻ രാഷ്ട്രീയം പോലെ ബോൾ പോസ്റ്റിന് പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല. ഇതെന്താണ് പത്മവ്യൂഹമോ? അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് പിടിച്ചു വാങ്ങിക്കണം. എന്ത് വില കൊടുത്താലും വേണ്ടില്ല. ഗോ. His second season with the club, Josu, and he scores it and puts it away well. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചിലപ്പോ ഫലിച്ചേക്ക്. പിടിച്ചോ. എന്തോന്നടാ ഇതൊക്കെ, നാണക്കേട്. Against Doblas, saved. എന്റെ ശാപമുക്ക് ഭഗവതി, ഞാൻ രക്ഷപ്പെട്ടു. പിടിച്ചോ. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. പിടിച്ചോ. The fourth kick for the Blasters, Rafiq. Now they're through. They are through. ശരി, ഇനി അടിക്കല്ലേ. ബോധം വീഴുമ്പോ ഞാൻ എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് പൊക്കോളാം. നിങ്ങൾ പൊക്കോ. 14 final in Mumbai. തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല. സമ്മതിക്കാൻ ഒരു അന്തസ് വേണം. ഞാൻ തോക്കുന്നത് നീ എന്നെ വിടുന്ന വേണ്ടി ഞാൻ അവിടെ ചോര നിറകണ്ടിട്ട് വരുള്ളൂ. അടിക്കണം.